ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. തിരുവോണം ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അത്യാവശ്യം നല്ല കിളിപോയിരിക്കുന്നത് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണം ഇല്ല കേട്ടോ, കാരണം അമ്മയുടെ അച്ഛൻ മരിച്ചിട്ട് 1 ഇയർ ആയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഓണം ഇല്ല കേട്ടോ. അങ്ങനെ ദേ രാവിലെ ദോശയും പപ്പടമായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഓണമില്ലെങ്കിലും നമുക്ക് അമ്പലത്തിൽ പോകണോണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ കേട്ടോ. ഇത് തൊട്ടടുത്തുള്ള വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഇഞ്ചക്കൽ ക്ഷേത്രത്തിലായിട്ടാണ് കേട്ടോ നമ്മളീ പോയത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടെ അടിപൊളിയായിട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്തപ്പൂക്കളമൊക്കെ കണ്ട് നല്ലോണം ഒന്ന് അമ്പലത്തിലൊന്ന് ചുറ്റി തൊഴുത് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അങ്ങനെ പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിലോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് വന്നപ്പോൾ നമുക്ക് ശിവേലി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശിവേലിയൊക്കെ കണ്ട് നല്ലോണം തൊഴുത് പ്രാർത്ഥിച്ചു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് ഈ ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് പേരെന്താ പറയണമെന്ന് എനിക്കറിയില്ല. പുഴക്കരയുടെ അറ്റം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, നല്ല ആംബിയൻസും ആണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ഇറങ്ങിയ ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞ് ഇതേ ഡ്രസ്സൊക്കെ മാറി നേരെ ചെന്ന് അടുക്കളയിൽ നോക്കാൻ നേരം അമ്മ എന്താ പറയുക പപ്പടം വറുക്കുന്നുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളകളും അങ്ങനെ ചിക്കനും ഒക്കെ അമ്മ അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചത്തെ ഫുഡിന് വേണ്ടിയുള്ള പരിപാടികളാണ് അമ്മ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ അച്ഛനും അമ്മയും ഞാനും ഒക്കെ കൂടി നിന്ന് കുറച്ച് സമയം എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി ആയപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്തുറയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃപ്പൂണിത്തുറ സ്റ്റാച്ചു എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം സ്റ്റാച്ചുവിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോണത് അത്തനഗറിലോട്ടാണ് കേട്ടോ. അത്തനഗറിലെത്തിയപ്പോൾ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം വീട്ടിലെത്തിയ ശേഷം രാത്രിത്തെ ഫുഡ് ഒറോട്ടിയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഉറങ്ങാൻ പോകട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.